നമസ്കാരം. വാരിൻകുന്നൻ പൃഥ്വിരാജിന് ശേഷം ഇതാ മറ്റൊരു മദ്രസ സ്റ്റാറും വന്ന വഴിയെ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ മലയാളം കാണുന്നത്. ഏറെ ടെക്നിക്കൽ പെർഫെക്ഷനോടുകൂടി വന്ന സിനിമയായിരുന്നു ഹാൽ. പക്ഷേ ഒരു ടെക്നിക്ക് മാത്രം പിഴച്ചുപോയി. അത് മദ്രസ സ്റ്റാറിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് സിനിമ ചിത്രീകരിച്ച ടെക്നിക്കായിരുന്നു. യാതൊരു രീതിയിലും സിനിമയെക്കുറിച്ച് യാതൊന്നും പരാമർശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വിമർശകർ പോലും ശ്രമിച്ചിരുന്നു. കാരണം അത്തരം വിമർശനം കൊണ്ട് പോലും സിനിമ വന്നു എന്ന് പോലും ആരും അറിയാൻ പാടില്ല. വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് അത്യധികം സൂക്ഷ്മതയോടുകൂടിയാണ് അവർ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇലമെൻ്റ് സിനിമയിൽ സൂക്ഷിച്ചു വയ്ക്കുക മട്ടാഞ്ചേരി മാഫിയയുടെ ഒരു പതിവാണ്. അതായത് ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇലമെൻറ്റുകൾ ഒളിപ്പിച്ചു വച്ചുകൊണ്ട് ഒരു വിവാദമുണ്ടാക്കി അതിൽ നിന്ന് ഹിറ്റടിക്കുവാനുള്ളൊരു ശ്രമം ഇവർ നടത്താറുണ്ട്. ഇക്കൂട്ടർ അതുകൊണ്ട് തന്നെ അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ ഒന്ന് നിശബ്ദമായി ഈ സിനിമയെ കൈകാര്യം ചെയ്യുകയായിരുന്നു. മദ്രസ സ്റ്റാറിൻ്റെ വിമർശകർ തന്നെ വളരെ നിശബ്ദമായിട്ടാണ് സിനിമയെ കൈകാര്യം ചെയ്തത്. ഗാസയിലെ ഭീകരവാദികളെ പിന്തുണയ്ക്കുക, കാശ്മീരിലെ ഭീകരവാദികളെ കൊന്നൊടുക്കുമ്പോൾ അതിനെതിരെ രംഗത്ത് വരിക, ലക്ഷദ്വീപിൽ നടത്തുന്ന നയങ്ങൾക്കെതിരായിട്ട് കടന്നു വരിക, അത്തരത്തിൽ പലവിധ ഹോബികളാണ് മദ്രസ സ്റ്റാറുകൾക്ക് കയ്യിലുണ്ടായിരുന്നത്. ഈ കയ്യിലിരിപ്പ് കാരണം കയ്യിലുണ്ടായിരുന്നതെല്ലാം പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ആദ്യം വലിയ പ്രതീക്ഷകളുമായിട്ടാണ് ഷൈൻ വെള്ളിത്തിരയിലെത്തുന്നത്. നല്ല നല്ല സിനിമകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. നല്ല ഹിറ്റുകൾ അടിച്ചിരുന്നു ആദ്യ സമയത്ത്. പിന്നീട് അങ്ങോട്ട് മയക്കുമരുന്ന് വിവാദങ്ങളും നിർമ്മാതാക്കളെയും സിനിമാ സെറ്റുകളെയും വെറുപ്പിക്കുന്ന തരത്തിലുള്ള സവിശേഷതകളുമായി കത്തിത്തീരുകയായിരുന്നു മദ്രസ സ്റ്റാർ. ഇപ്പോഴിതാ ഹാൽ എന്ന സിനിമ വന്നതും പോയതും ആരും അറിയുന്നില്ല. ആരും സത്യത്തിൽ എന്തിനായിരുന്നു ഇത്തരത്തിലുള്ള ഈ രീതിയിൽ ഷൈൻ നിഗം സിനിമയെ സമീപിച്ചത്, അല്ലെങ്കിൽ സമൂഹത്തെ സമീപിച്ചത് എന്നറിയില്ല. പൃഥ്വിരാജും ഇതേ രീതിയിൽ തന്നെ ഇതേ മാർഗത്തിൽ തന്നെയാണ് സിനിമയെ നേരിട്ടത്. പക്ഷേ സിനിമയെ ഒരിക്കലും ഇതര സമൂഹങ്ങളെ വെറുപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ആ സമൂഹത്തിനെതിരെ ഏതെങ്കിലും ഒരു ഭൂരിപക്ഷ സമൂഹത്തിനെതിരെ സിനിമ നിർമ്മിക്കുന്നതിനോ, സിനിമ ആ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രം ചില പ്രൊപ്പഗാൻഡകൾ ഇറക്കുന്നതിനോ തയ്യാറായാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ലഭിക്കും എന്ന് തന്നെ ഇവർക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. ചരിത്രത്തെ വിരുദ്ധമായി വക്രീകരിച്ചുകൊണ്ട് തയ്യാറാക്കി വെള്ളിത്തിരയിൽ എത്തിക്കുക, ചരിത്രത്തെ വികലമാക്കുക, ഏത് രീതിയിലും വളച്ചൊടിച്ചുകൊണ്ട് തങ്ങളുടെ തീവ്രവാദ അനുകൂല നയങ്ങൾ നടപ്പിലാക്കിയെടുക്കുക, ഇങ്ങനെ പലവിധ തന്ത്രങ്ങളായിരുന്നു ഇവർക്കുള്ളത്. ഇപ്പോൾ ഇതെല്ലാം തന്നെ പെട്ടിയിലായിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ മലയാളത്തിൽ കാണാൻ കഴിഞ്ഞത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.